Very good morning to all. പിന്നെ അതോടുകൂടി നമ്മൾ ഫോഴ്സ് സിസ്റ്റം എന്നുള്ള ടോപ്പിക്ക് അവസാനിപ്പിക്കണം. ആക്ച്വലി ഇന്നലെ വരെയുള്ള ടോപ്പിക്കിന് ഇതുവരെ എക്സാമിന് ചോദിച്ചിട്ടുള്ളൂ. ഇന്നത്തെ ടോപ്പിക് എന്ന് പറയുന്നത് ചോദിച്ചിട്ടില്ല, ബട്ട് നമ്മുടെ ബുക്കിലുണ്ട്. നമുക്കൊന്ന് അതും കൂടി ഒന്ന് ഡിസ്കസ് ചെയ്തിട്ട് നമുക്ക് അവസാനിക്കാം. ഇന്നത്തെ ടോപ്പിക് എന്ന് പറയുന്നത് ടു ഫൈൻഡ് ദ റിസൾട്ടന്റ് ഓഫ് എ ഗിവൺ നമ്പർ ഓഫ് ഫോഴ്സ്. അപ്പൊ നമുക്ക് 2 or 3 ഫോഴ്സുകൾ തന്നിട്ടുണ്ടാക്കി വി ഹാവ് ടു ഫൈൻഡ് ദ റിസൾട്ടന്റ്. അപ്പൊ ഇതുവരെ നമ്മൾ ചെയ്തതെല്ലാം കൺകറന്റ് ഫോഴ്സുകളായിരുന്നു. അപ്പോൾ നമ്മൾ ചെയ്ത എല്ലാ ഫോഴ്സുകളും ഹാവ് എ കോമൺ ഒറിജിൻ ഓർ കോമൺ ഡെസ്റ്റിനേഷൻ ഉണ്ടായിരുന്നു. ഒരു പോയിന്റിൽ നിന്ന് ഒറിജിനേറ്റ് ചെയ്യുന്നതോ ഒരു പോയിന്റിൽ നിന്ന് എൻഡ് ചെയ്യുന്നതോ ആയിട്ടുള്ള ഫോഴ്സുകൾ നമ്മൾ ചെയ്തു. അപ്പൊ അങ്ങനത്തെ നോൺ കൺകറന്റ് ഫോഴ്സുകളുടെ റിസൾട്ടന്റ് കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടി നമുക്ക് വെക്ടർ മെത്തേഡ് യൂസ് ചെയ്യാൻ പറ്റും. ഓക്കെ, ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ എങ്ങനെയാണ് നോൺ കൺകറന്റ് ഫോഴ്സുകളുടെ വെക്ടർ മെത്തേഡിൽ എങ്ങനെ സോൾവ് ചെയ്യുന്നത് നമുക്ക് നോക്കാം. ഓക്കെ, അപ്പോൾ പ്രസന്റേഷൻ വിസിബിൾ അല്ല അല്ലെ? ഓക്കെ, പ്രസന്റേഷൻ ഒന്നുകൂടി പ്രസന്റ് ചെയ്യാം. അപ്പൊ നമ്മൾ ഓൾറെഡി പഠിച്ചിട്ടുള്ള റിസൾട്ടന്റ് കാൽക്കുലേറ്റ് ചെയ്യാനുള്ള മെത്തേഡ് തന്നെ നമ്മൾ യൂസ് ചെയ്യുന്നത്. ബട്ട് നമ്മൾ ഫോളോ ചെയ്യുന്നത് വെക്ടർ അപ്രോച്ച് ആണ് മാത്രം. മാത്രമേ ഡിഫറൻസ് ഉള്ളൂ. മെത്തേഡ് സെയിം തന്നെയാണ്. അപ്പൊ നമുക്കൊന്ന് പഴയ നമ്മൾ ഓൾറെഡി മുന്നേ ചെയ്തിട്ടുള്ള കുറച്ച് പ്രോബ്ലംസ് അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പ്രോബ്ലം ഞാനിവിടെ കാണിക്കാം. അപ്പൊ അതിന് എങ്ങനെയാണ് നമ്മൾ റിസൾട്ടന്റ് കാൽക്കുലേറ്റ് നമുക്കൊന്ന് റിമൈൻഡ് ചെയ്ത് നോക്കാം. ഓക്കെ, ഫസ്റ്റ് വൺ നമ്മളൊരു ബീം നമ്മൾ നോർമലി കാൽക്കുലേറ്റ് ചെയ്യാറുള്ളത് ഒരു ബീം ഉണ്ട്. ആ ബീമിലെ ബി 5 meter ലെങ്ത് ഉള്ള ഒരു ബീമാണ്. ഐ ഗോട്ട് 10 Newton force here at a distance 1 meter, and I got after 1 meter I got another force of 15 Newton, and at the end I got another force of 20 Newton, and at this end I got another force of 25 Newton. Okay, so our aim is to find the resultant of this force. ഈ ഫോഴ്സിന്റെ റിസൾട്ടന്റ് കാൽക്കുലേറ്റ് ചെയ്യാൻ നമ്മൾ ചോദിച്ചിരിക്കുന്നത്. അപ്പൊ ഇത് ഈ കേസിൽ ഞാൻ എല്ലാ ഫോഴ്സും വെർട്ടിക്കലായിട്ട് റെപ്രസെന്റ് ചെയ്തിരിക്കുന്നത്. നമ്മൾ ഇതേപോലത്തെ പ്രോബ്ലംസ് കുറെ ചെയ്തിട്ടുണ്ട്. വെർട്ടിക്കലും ഹൊറിസോണ്ടലും കമ്പൈൻ ആയിട്ട് വരുന്ന ഒരുപാട് ഫോഴ്സുകൾ ചെയ്തിട്ടുണ്ട്. ഓക്കെ, ഇതിൽ നമ്മൾ യൂസ് ചെയ്യുന്ന കൺസെപ്റ്റ് എന്തായിരുന്നു വെച്ചെങ്കിൽ നമ്മൾ എന്താണ് യൂസ് ചെയ്യുന്നത്? സിഗ്മ എഫ് എക്സ് ഈക്വൽ ടു 0, സിഗ്മ എഫ് വൈ ഈക്വൽ ടു 0, സിഗ്മ എം ഈക്വൽ ടു 0. ഈ 3 ഇക്വേഷൻ യൂസ് ചെയ്തിട്ട് നമ്മൾ സോൾവ് ചെയ്യാറുള്ളത്. എഫ് എക്സിന്റെ ഫോഴ്സ് ഉണ്ടെങ്കിൽ എഫ് എക്സ് ഈക്വൽ ടു 0 അപ്ലൈ ചെയ്യാം, ഇല്ലെങ്കിൽ അത് നമുക്ക് നെഗ്ലക്ട് ചെയ്യാം. സെക്കൻഡ്, സിഗ്മ എഫ് വൈ ഈക്വൽ ടു 0 അല്ലെങ്കിൽ നെറ്റ് റിസൾട്ടന്റ് നെറ്റ് ഫോഴ്സ് ഒരു റിസൾട്ടന്റ് ഫോഴ്സ് ആയിട്ട് നമുക്ക് റെപ്രസെന്റ് ചെയ്യാൻ പറ്റും. അത് നെറ്റ് മൊമെന്റ് ഈക്വൽ ടു 0. അപ്പോൾ സിഗ്മ എഫ് എക്സ് ഈക്വൽ ടു 0 കൊണ്ട് വേണമെങ്കിൽ ഇതിൽ നമുക്ക് റിയാക്ഷൻസ് കാൽക്കുലേറ്റ് ചെയ്യാം. അതിൽ അങ്ങനെ റിയാക്ഷൻ കാൽക്കുലേറ്റ് ചെയ്യാനല്ല പറഞ്ഞിരിക്കുന്നത്. നമ്മളടുത്ത് ചോദിച്ചിട്ടുണ്ട് വി ഹാവ് ടു ഫൈൻഡ് ദ റിസൾട്ടന്റ് ഓഫ് ദീസ് ഫോഴ്സ്. അപ്പൊ ഈ ഫോഴ്സിന് റിസൾട്ടന്റ് കാൽക്കുലേറ്റ് ചെയ്യാം. അപ്പൊ സിഗ്മ എഫ് വൈ y ഡയറക്ഷനിലെ ഫോഴ്സുകളെല്ലാം കൂടി ആഡ് ചെയ്ത് കിട്ടുന്നതായിരിക്കും അതിന്റെ റിസൾട്ടന്റ്. ബിക്കോസ് വി ഡോണ്ട് ഹാവ് എനി ഫോഴ്സ് ഇൻ ദ എക്സ് ഡയറക്ഷൻ. അപ്പൊ ഇതിന്റെ മാഗ്നിറ്റ്യൂഡ് ഓഫ് ദ റിസൾട്ടന്റ് എത്രയാണെന്ന് ചോദിച്ചാലേ മാഗ്നിറ്റ്യൂഡ് ഓഫ് ദ റിസൾട്ടന്റ് എത്രയാണെന്ന് ചോദിച്ചാൽ നമുക്ക് പറയാൻ പറ്റും 25 പ്ലസ് 10 പ്ലസ് 15 പ്ലസ് 20 എന്ന് പറയാൻ പറ്റും. ടോട്ടൽ റിസൾട്ടന്റ് ഓഫ് ദ ഫോഴ്സ് വിൽ ബി 25 പ്ലസ് 10 പ്ലസ് 15 പ്ലസ് 20. ഇതായിരിക്കും നമ്മുടെ റിസൾട്ടന്റ്. എത്രയായിരിക്കും ഇത്? 35, 40, 50, 70 Newton will be the resultant. It's the magnitude of the resultant. Next you want to find the position of the resultant. നമുക്ക് റിസൾട്ടന്റിന്റെ പൊസിഷനും കൂടി കാൽക്കുലേറ്റ് ചെയ്യാൻ ചോദിക്കാറുണ്ട്. ഓക്കെ, അപ്പൊ അതിനുവേണ്ടി നമ്മൾ എന്താ യൂസ് ചെയ്യാം? അതിനുവേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്ന ടെക്നിക് ആയിരുന്നു മൊമെന്റ് കാൽക്കുലേറ്റ് ചെയ്യാം. അതിനുവേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്ന ടെക്നിക് ആയിരുന്നു മൊമെന്റ് കാൽക്കുലേറ്റ് ചെയ്യാം. സോ ഐ എം ഗിവിംഗ് പോയിന്റ്, ഒരു പോയിന്റ് എ ബി സി ഡി എന്ന 4 പോയിന്റ്സ് കൊടുക്കും. ഏതെങ്കിലും ഒരു പോയിന്റിൽ മൊമെന്റ് എടുക്കുക. നോർമലി നമ്മൾ എൻ പോയിന്റിൽ മൊമെന്റ് എടുക്കുക. എൻ പോയിന്റിൽ മൊമെന്റ് എല്ലാ ഫോഴ്സും ഇത്ര വെച്ചിട്ട് നമ്മൾ മൊമെന്റ് കാൽക്കുലേറ്റ് ചെയ്യും. ടോട്ടൽ മൊമെന്റ് ഡ്യൂ ടു ദിസ് ഫോഴ്സ് കാൽക്കുലേറ്റ് ചെയ്യും. എങ്ങനെ ചെയ്യും? ഐ ബി റൈറ്റിംഗ് ദ ഇക്വേഷൻ സിഗ്മ എം എ. മൊമെന്റ് അറ്റ് ദ പോയിന്റ് എ ഇക്വേഷൻ ഞാൻ എഴുതാൻ പോവാണ്. മൊമെന്റ് അറ്റ് ദ പോയിന്റ് എ ഇക്വേഷൻ എഴുതാൻ എന്താ വരും? 25 എന്നുള്ള ഫോഴ്സ് പോയിന്റ് എയിൽ തന്നെയാണ് ആക്ട് ചെയ്യുന്നത്. ഇറ്റ് വിൽ നോട്ട് ക്രിയേറ്റ് എനി മൊമെന്റ്. അവിടെ മൊമെന്റ് ഒന്നും ക്രിയേറ്റ് ആവില്ല. ഓക്കെ, അപ്പൊ നെക്സ്റ്റ് 10 Newton ഫോഴ്സ് എത്ര മൊമെന്റ് ക്രിയേറ്റ് ചെയ്യും? 10 into 1 will be the created moment. നെക്സ്റ്റ് ഫോഴ്സ് എന്താ? നെക്സ്റ്റ് ഫോഴ്സ് 15 Newton. എത്ര ഡിസ്റ്റൻസിലാണ്? 2 meter. അപ്പൊ ടോട്ടൽ മൊമെന്റ് എത്രയാ? പ്ലസ് 15 into 2 will be the total moment created. നെക്സ്റ്റ് ഫോഴ്സ് എത്രയാ? 20 Newton. എത്ര ഡിസ്റ്റൻസിലാണ്?
5 meter distance, 20 into 5 will be the moment created. The total moment എത്ര വരും? 10 plus 30 plus 100 equal to 140 Newton meter will be the moment created. Okay, നമ്മുടെ അടുത്ത് ചോദിച്ചിരിക്കുന്നത് we have to find the resultant of this force and the given force and the position of the resultant. Okay, അപ്പോൾ നമ്മൾ ഏതെങ്കിലും ഒരു പോയിന്റിൽ മൊമെന്റ് എടുക്കും and that moment will be created by the resultant. നമുക്ക് ഓൾറെഡി കിട്ടിയ ഈ മൊമെന്റ് തന്നെ റിസൾട്ടന്റും ക്രിയേറ്റ് ചെയ്യണം. ഓക്കെ, അപ്പൊ എല്ലാ ഫോഴ്സും വെർട്ടിക്കൽ ആയതുകൊണ്ട് റിസൾട്ടന്റ് ഒരിക്കലും ഹൊറിസോണ്ടൽ ആവില്ല. സോ വിൽ ബി അസ്യൂമിങ് റിസൾട്ടന്റും ഏകദേശം ഇവിടെ തന്നെ ആയിരിക്കും വരുന്നത് നമ്മൾ അസ്യൂം ചെയ്യാം. ഓക്കെ, റിസൾട്ടന്റും ഏകദേശം ഇപ്പോൾ ഇവിടെ ആയിരിക്കും റിസൾട്ടന്റ് അസ്യൂം ചെയ്യാം. ദിസ് ഇസ് ദ റിസൾട്ടന്റ് അറ്റ് എ ഡിസ്റ്റൻസ് x ഫ്രം ദ സപ്പോർട്ട്. Okay, this 140 Newton meter should be given by the resultant into x. 140 Newton meter തന്നെയായിരിക്കണം റിസൾട്ടന്റിന്റെയും ആ ഡിസ്റ്റൻസ് നമുക്ക് കിട്ടും. അത് നമുക്ക് റിസൾട്ടന്റിന്റെ മാഗ്നിറ്റ്യൂഡ് ഓൾറെഡി നമ്മൾ കാൽക്കുലേറ്റ് ചെയ്ത് വെച്ചു. ഈ എക്സ് കൂടി കാൽക്കുലേറ്റ് എക്സ് എങ്ങനെ കിട്ടും? 140 ഡിവൈഡ് ബൈ 70 എന്ന് പറഞ്ഞാൽ 2 meter. സോ ദിസ് വിൽ ബി ആക്ടിങ് റിസൾട്ടന്റ് നമ്മൾ എവിടെ വരുന്നത്? റിസൾട്ടന്റ് കറക്റ്റ് ഇവിടെയാണ് നമുക്ക് കിട്ടുക. ഇതാണ് നമ്മൾ നോർമലി ഇതുവരെ ചെയ്ത പ്രൊസീജിയർ. ഇതന്നെ എങ്ങനെ നമ്മൾ വെക്ടർ അപ്രോച്ചിൽ ചെയ്യുന്നു, ഇതന്നെ നമ്മൾ എങ്ങനെ വെക്ടർ അപ്രോച്ചിൽ ചെയ്യുന്നതാണ് ഇന്ന് നമുക്ക് പഠിക്കാൻ പോകുന്നത്. ഓക്കെ, അപ്പൊ ഇതില് ഡൗട്ട് എന്ന് വെച്ചാൽ നമുക്ക് ഇപ്പൊ പഠിക്കാൻ പോകുന്ന ടോപ്പിക് ക്ലിയർ ആവില്ല. ഓക്കെ, അപ്പോ നോർമൽ മെത്തേഡ് ഓക്കെ ആണെങ്കിൽ നമുക്ക് അതേ കൺസെപ്റ്റാണ് നമ്മൾ എവിടെ അപ്ലൈ ചെയ്യുന്നത്. നമുക്ക് ഫോഴ്സുകളുണ്ട്, ചിലപ്പോൾ എക്സ് ഡയറക്ഷനിൽ മാത്രം ഉണ്ടായിരിക്കണം, ചിലപ്പോൾ എക്സും വൈയും കോമ്പിനേഷൻ ആയിട്ട് വരും, അല്ലെങ്കിൽ എക്സും വൈയും സെഡും കോമ്പിനേഷൻ ആയിട്ട് വരും. 3 ഡയറക്ഷനിൽ വേണേൽ ഫോഴ്സുകൾ നമുക്ക് വരും. അപ്പൊ കൺസെപ്റ്റ് ഇതാണ്, നെറ്റ് റിസൾട്ടന്റ് കാൽക്കുലേറ്റ് ചെയ്യാം, മൊമെന്റ് കാൽക്കുലേറ്റ് ചെയ്യാം, റിസൾട്ടന്റും മൊമെന്റും കൂടിയിട്ട് ഇക്വേറ്റ് ചെയ്യാം. അപ്പൊ ഇതിൽ നമ്മൾ വെക്ടർ അപ്രോച്ചിൽ മൊമെന്റ് എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യാം നമ്മൾ ആലോചിക്കണം. വെക്ടർ അപ്രോച്ചിൽ എങ്ങനെ മൊമെന്റ് കാൽക്കുലേറ്റ് ചെയ്യാം? വെക്ടർ അപ്രോച്ചിൽ മൊമെന്റ് കാൽക്കുലേറ്റ് ചെയ്യുന്നത് പൊസിഷൻ വെക്ടർ ക്രോസ് ഫോഴ്സ് വെക്ടർ, അങ്ങനെയാണ് നമ്മൾ മൊമെന്റ് കാൽക്കുലേറ്റ് ചെയ്തത്. ഓക്കെ, പൊസിഷൻ വെക്ടർ ക്രോസ് പ്രൊഡക്റ്റ് ആണ് നമ്മൾ എടുക്കുന്നത് വിത്ത് ഫോഴ്സ് വെക്ടർ. ഓക്കെ, അപ്പൊ നമുക്ക് ക്വസ്റ്റ്യനിൽ തന്നിരിക്കുന്ന 4 ഇൻഡിവിജ്വൽ ഫോഴ്സ് ഉണ്ട്. ഈ 4 ഇൻഡിവിജ്വൽ ഫോഴ്സിന്റെയും മൊമെന്റ് കിട്ടണമെങ്കിൽ നമുക്ക് ഏത് പോയിന്റ് മൊമെന്റ് എടുക്കാം? ഏതെങ്കിലും പോയിന്റ് ഓൾത്തെ മൊമെന്റ് എടുക്കാം. പോയിന്റ് ഓൾത്തെ മൊമെന്റ് എടുക്കണമെങ്കിൽ ഓരോ ഫോഴ്സും, ഈ ഫോഴ്സ് എഫ് സി എന്ന് പറയുന്ന ഫോഴ്സ് IJK ടേംസിൽ എഴുതുമ്പോൾ എങ്ങനെ വരും? എഫ് സി എന്ന് പറയുന്ന ഫോഴ്സ് IJK ടേംസിൽ എഴുതുമ്പോൾ നമുക്ക് എങ്ങനെ വരും? എഫ് സി എന്ന് പറയുന്ന ഫോഴ്സ് ഇറ്റ്സ് ഓൺലി y കോമ്പണന്റ് മാത്രമേ അതിനുള്ളൂ. സോ വി ക്യാൻ റൈറ്റ് IJK ടേം. ഇതിൽ ഏതാണ് y റെപ്രസെന്റ് ചെയ്യുന്നത്? y will be represented by the term j. j ആണ് y കോമ്പണൻസ് റെപ്രസെന്റ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്നത്. നമുക്ക് എഫ് സിനെ വേണമെങ്കിൽ എഴുതാം 100j എന്ന് എഴുതാം. ഇങ്ങനെ ഡൗൺവേർഡ് ഡയറക്ഷൻ ആയതുകൊണ്ട് നെഗറ്റീവ് വേണമെങ്കിൽ കൊടുക്കാം, കാരണം ഇതിലെല്ലാം ഡൗൺവേർഡ് ഡയറക്ഷൻ ആയതുകൊണ്ട് നമുക്ക് റിസൾട്ടന്റ് ഡൗൺവേർഡ് തന്നെ. അപ്പൊ നമുക്ക് നെഗറ്റീവ് കൊടുത്തില്ലെങ്കിൽ നമുക്ക് ഫൈനൽ ആൻസർ കിട്ടുന്നത്രേ ഉള്ളൂ. നെഗറ്റീവ് കൊടുത്താലും കൊടുത്തില്ലെങ്കിലും വലിയ കുഴപ്പമില്ല, ബിക്കോസ് നോർമലി ഡൗൺവേർഡ് നെഗറ്റീവ് ആണ് എടുക്കുക. ബട്ട് ഇതില് എല്ലാ ഫോഴ്സുകളും ഡൗൺവേർഡ് ആയതുകൊണ്ട് പിന്നെ പോസിറ്റീവ് നെഗറ്റീവ് എടുത്തിട്ട് കൺഫ്യൂഷൻ വരുത്തേണ്ട ആവശ്യമില്ല, നമുക്കെല്ലാം ഒരു സൈനിൽ തന്നെയാണ് നമുക്ക് കിട്ടുള്ളൂ. ഓക്കെ, നമുക്ക് 100j. അപ്പൊ ഇതിന് നമ്മൾ എങ്ങനെ ചെയ്യും? ദിസ് വിൽ ബി 150j, ദിസ് വിൽ ബി 250j, ദിസ് വിൽ ബി 125j. ബിക്കോസ് എല്ലാ ഫോഴ്സും y ഡയറക്ഷനിൽ മാത്രമാണ്. ഫോഴ്സിന് നമ്മൾ വെക്ടർ ഫോമിൽ റെപ്രസെന്റ് ചെയ്യുമ്പോൾ ഇതിന്റെ അവിടുത്തെ പൊസിഷൻ വെക്ടർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. അവിടുത്തെ ആ പോയിന്റിന് j മാത്രമുള്ള j കൊണ്ട് മാത്രം മൾട്ടിപ്ലൈ ചെയ്യുന്നത്. ഒന്നിൽ കൂടുതൽ കോമ്പണൻസ് വരുമ്പോഴാണ് നമുക്ക് അതിനെ ഡയറക്ഷൻ വെക്ടർ ആയിട്ട് എഴുതിയിട്ട് അതിനെ പൊസിഷൻ വെക്ടർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. ഡയറക്ഷൻ വെക്ടർ ആയിട്ട് എഴുതിയിട്ട് അതിന്റെ മാഗ്നിറ്റ്യൂഡ് ഡിവൈഡ് ചെയ്തിട്ട് അതിനെ യൂണിറ്റ് വെക്ടർ ആയിട്ട് മൾട്ടിപ്ലൈ ചെയ്യാൻ പറ്റുള്ളൂ. ഇതിലിപ്പോൾ ഒരു ഡയറക്ഷന് മാത്രമേ ഫോഴ്സ് ഉള്ളൂ. അപ്പൊ നമുക്ക് ഡയറക്റ്റ് j കോമ്പണൻസ് അല്ലെങ്കിൽ i കോമ്പണൻസ് ഏതാണെന്ന് മാത്രം ആഡ് ചെയ്താൽ മാത്രം. ഓക്കെ, അപ്പോ കോമൺ പ്രൊസീജിയർ എങ്ങനെയാണ്? ഫൈൻഡ് ദ മാഗ്നിറ്റ്യൂഡ് ഓഫ് ദ റിസൾട്ടന്റ്, ഫൈൻഡ് ദ മൊമെന്റ് ഡ്യൂ ടു ഈച്ച് ഫോഴ്സ്, ഇക്വേറ്റ് ദ മൊമെന്റ് വിത്ത് ദ റിസൾട്ടന്റ്. അതാണ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്ന ഫോഴ്സ്. അപ്പൊ മൊമെന്റിന്റെ ഇക്വേഷൻ ഒന്ന് ഓർത്തേക്ക്, മൊമെന്റ് ഈസ് ഈക്വൽ ടു പൊസിഷൻ വെക്ടർ ഇൻറ്റു ഫോഴ്സ്. ഓക്കെ, ഇനി നമുക്ക് ഇപ്പോഴത്തെ പ്രോബ്ലം നമുക്ക് സോൾവ് ചെയ്യാം. ഓക്കെ, ഓൾഡ് മെത്തേഡ് ക്ലിയർ ആണല്ലോ. ഓൾഡ് മെത്തേഡ് ക്ലിയർ ആണെങ്കിൽ മാത്രമേ നമുക്ക് ന്യൂ മെത്തേഡിലേക്ക് വരാൻ പറ്റുള്ളൂ. ഓൾഡ് മെത്തേഡിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നമുക്ക് ന്യൂ മെത്തേഡിലേക്ക് വരാൻ പറ്റില്ല. ഓൾഡ് മെത്തേഡ് ക്ലിയർ ആയിരിക്കണം. ഓൾഡ് മെത്തേഡ് എങ്ങനെയാ? മാഗ്നിറ്റ്യൂഡ് ഓഫ് ദ റിസൾട്ടന്റ് കാൽക്കുലേറ്റ് ചെയ്തു, മൊമെന്റ് ഡ്യൂ ടു ഇൻഡിവിജ്വൽ ഫോഴ്സുകൾ കാൽക്കുലേറ്റ് ചെയ്തു, ദാറ്റ് മൊമെന്റ് ഈസ് ഇക്വേറ്റഡ് വിത്ത് ദ മൊമെന്റ് ബൈ ദ റിസൾട്ടന്റ്.
നമുക്ക് കിട്ടിയ മൊമെന്റ് എത്രയാ? 140 ന്യൂട്ടൺ മീറ്റർ ആണ് നമുക്ക് കിട്ടിയ മൊമെന്റ്. ദാറ്റ് ഈസ് ഈക്വൽ ടു ദ മൊമെന്റ് ക്രിയേറ്റഡ് ബൈ ദ റിസൾട്ടന്റ്. റിസൾട്ടന്റ് മൊമെന്റ് ഇക്വേഷൻ റിസൾട്ടന്റ് ഇൻറ്റു ഡിസ്റ്റൻസ്. റിസൾട്ടന്റെ വാല്യൂ നമുക്കറിയാം 70 എന്നറിയാം. അപ്പോൾ ഡിസ്റ്റൻസിന്റെ വാല്യൂ നമുക്ക് സുഖമായിട്ട് കിട്ടും. ഇറ്റ് വിൽ ബി ഓൺലി 2 മീറ്റർ. ഓക്കെ, അപ്പോൾ ഓൾഡ് മെത്തേഡ് ക്ലിയർ ആയിരിക്കണം, എങ്കിൽ മാത്രമേ നമുക്ക് ന്യൂ മെത്തേഡിലേക്ക് പോകാൻ പറ്റുള്ളൂ. ഓൾഡ് മെത്തേഡ് ഓക്കെ ആണല്ലോ, പ്രശ്നങ്ങളൊന്നും ഇല്ല, ഒരു ഫ്ലാറ്റ് ഒന്നും ഇല്ലല്ലോ ഓൾഡ് മെത്തേഡിൽ. ഓക്കെ, നമുക്ക് ന്യൂ മെത്തേഡ്, ഇപ്പോഴത്തെ വെക്ടർ അപ്രോച്ച് നമുക്കൊന്ന് ചെയ്ത് നോക്കാം. ഇപ്പോ ഇതിലുള്ള ലിങ്കുകളൊക്കെ റിമൂവ് ചെയ്തോട്ടെ. ഈ ഓൾഡ് മെത്തേഡിന് ആവശ്യമില്ലല്ലോ, ഓൾഡ് മെത്തേഡിന് നമുക്ക് ആവശ്യമില്ല. നമ്മൾ ഈ ന്യൂ മെത്തേഡ് വെച്ചിട്ടാണ് ചെയ്യാൻ പോകുന്നത്, സോൾവ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ന്യൂ മെത്തേഡ് വെച്ച് സോൾവ് ചെയ്യുമ്പോൾ ഞാൻ 1-2 ആൾക്കാരുടെ ഡൗട്ടുകളൊക്കെ ചോദിക്കും കേട്ടോ. അപ്പോൾ ഇത് നന്നായി മനസ്സിലായാൽ മാത്രമേ നമുക്ക് ആൻസർ ചെയ്യാൻ പറ്റുള്ളൂ. ഓക്കെ, ഇനി ഫസ്റ്റ് നമുക്ക് ചാറ്റ് ബോക്സിൽ തന്നെ കമന്റ് ചെയ്യാം, വാട്ട് ഈസ് ദ റിസൾട്ടന്റ് ഓഫ് ദീസ് 4 വെക്ടേഴ്സ്. അപ്പൊ നമ്മുടെ ക്വസ്റ്റ്യൻ ഇങ്ങനെയാണ്, 4 ഫോഴ്സസ് ഈസ് ആക്ടിങ് ഓൺ എ ഗിവൺ റെക്ടാങ്കുലർ സ്ലാബ് ആസ് ഷോൺ ഇൻ ഫിഗർ. ഇതൊന്നും ക്വസ്റ്റ്യൻ തന്നിട്ടില്ല കേട്ടോ, ഇതൊന്നും ക്വസ്റ്റ്യൻ തന്നിട്ടില്ല. ഈ ഫിഗർ തന്നിട്ടുണ്ട് ക്വസ്റ്റ്യനിൽ. ഫൈൻഡ് ദ റിസൾട്ടന്റ് ഓഫ് ദീസ് ഫോഴ്സ്. ഈ ഫോഴ്സിന് റിസൾട്ടന്റ് കാൽക്കുലേറ്റ് ചെയ്യാം. ഓക്കെ, എത്രയാണ് തന്നിട്ടുള്ളത്? ഈ ഫിഗർ മാത്രമേ ക്വസ്റ്റ്യൻ തന്നിട്ടുള്ളൂ. 4 forces acting on the 4 different corners of the slab. Find the resultant of these forces. Resultant. Find the position and magnitude of the resultant. Find the resultant എന്ന് പറഞ്ഞാൽ magnitude and position രണ്ടും കാൽക്കുലേറ്റ് ചെയ്യണം. ഓക്കെ, അപ്പോൾ എന്റെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് ദ മാഗ്നിറ്റ്യൂഡ് ഓഫ് ദിസ് റിസൾട്ടന്റ്? ഇപ്പൊ ഈ ക്വസ്റ്റ്യനിൽ, ഈ ഫിഗറിൽ കാണിച്ചിരിക്കുന്ന 4 ഫോഴ്സിന്റെ മാഗ്നിറ്റ്യൂഡ് എത്രയാണ്? Can you comment in the chat box? What is the magnitude of these 4 forces shown in the figure? ഈ ഫിഗറിൽ കാണിച്ചിരിക്കുന്ന 4 ഫോഴ്സിന്റെ മാഗ്നിറ്റ്യൂഡ് എത്രയായിരിക്കും? ഇൻ ടേംസ് ഓഫ് IJK. ഇൻ ടേംസ് ഓഫ് IJK നമുക്ക് ഈ 4 ഫോഴ്സിന്റെ മാഗ്നിറ്റ്യൂഡ് ക്യാൻ യു കമന്റ്? ഈ 4 ഫോഴ്സ് നമുക്ക് കാണാമല്ലോ, ഫിഗറിൽ കാണാണ്ടല്ലോ 4 ഫോഴ്സ്. അങ്ങനെയാണെങ്കിൽ ഈ 4 ഫോഴ്സിന്റെ മാഗ്നിറ്റ്യൂഡ് എത്രയാണ്? ക്യാൻ യു കമന്റ് ഇൻ ദ ചാറ്റ് ബോക്സ്? ഇത്രയധികം സമയം ഓൺലി 4 ഫോഴ്സ് ആഡ് ചെയ്യല്ലേ വേണ്ടോ? ഓരോ ഫോഴ്സിനും നമ്മൾ വൈ ഡയറക്ഷനിൽ മാത്രമുള്ള, വൈ ഡയറക്ഷനിൽ മാത്രമുള്ളതുകൊണ്ട് നമ്മൾ വൈ ഡയറക്ഷനിൽ നമുക്ക് 3 കോമ്പണൻസ് ഉണ്ട്, I ഉണ്ട്, J and K. The I represent the forces in the X direction, J represent the forces in the Y direction, and K represent the forces in the Z direction. So the total force is all in the Y direction, so we will get only I components. This will be 100I, this will be 125I, this will be, sorry, I alla, J, 125J, this will be 150J, this will be 250J. So in total 125 plus 100, 225 plus 150, 375 plus 250, 575, 625, 625K, sorry, J, 625J is the answer. J കൂടി ചേർത്ത് പറയണ്ട, റിസൾട്ടന്റ് പറയുമ്പോൾ what is the resultant of these forces എന്ന് വെച്ചാൽ 625J, the resultant of these 4 forces. Okay, ഇനി നമുക്ക് മാഗ്നിറ്റ്യൂഡ് ഓഫ് ദ റിസൾട്ടന്റ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്തു. മാഗ്നിറ്റ്യൂഡ് ഓഫ് ദ റിസൾട്ടന്റ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്തു. ഓക്കെ, എന്താണ് പറയൂ? ആരാ മൈക്ക് ഓൺ ചെയ്ത്? ഹലോ? No, I just asked like it's all acting in inverse direction, so it should be taken as negative, right? Yeah, നെഗറ്റീവ് സൈൻ എടുക്കണം, ബട്ട് നമ്മളിൽ എല്ലാ ഫോഴ്സും നെഗറ്റീവ് ആയതുകൊണ്ട് ഇപ്പൊ സൈൻ കൺവെൻഷൻ എടുത്തില്ലെങ്കിലും ഈ എഫക്ട് ചെയ്യില്ല. കാരണം ചില ഫോഴ്സ് ഡൗൺവേർഡും സം ഫോഴ്സ് അപ്വേർഡ് ആണെങ്കിൽ ഇൻ ടോട്ടൽ എടുക്കുമ്പോൾ നമുക്ക് സൈൻ കൺവെൻഷൻ വെരി ഇമ്പോർട്ടന്റ് ആണ്. അപ്പൊ ഇതിൽ എല്ലാ ഫോഴ്സും ഡൗൺവേർഡ് ആയതുകൊണ്ട് സൈൻ കൺവെൻഷൻ എടുത്തില്ലെങ്കിലും കുഴപ്പമില്ല, ഞാൻ പറഞ്ഞിരുന്നു. നെഗറ്റീവ് എന്ന് വരും, ബട്ട് സൈൻ കൺവെൻഷൻ എടുത്തില്ലെങ്കിലും നമുക്ക് വലിയ പ്രശ്നങ്ങളില്ല. ബിക്കോസ് all the forces are in the downward direction. Okay, sign convention എടുത്തോ, ഇനി പ്രശ്നങ്ങൾ വേണ്ട. It's a minus 625J is the net resultant force on this plate.
ഇതാണ് ഈ ഫോഴ്സിന്റെ മാഗ്നിറ്റ്യൂഡ്. നൗ വി വാണ്ട് ടു കാൽക്കുലേറ്റ് ദ മൊമെന്റ് ക്രിയേറ്റഡ് ഡ്യൂ ടു ഇൻഡിവിജ്വൽ ഫോഴ്സ്. നമുക്ക് 4 ഇൻഡിവിജ്വൽ ഫോഴ്സുകളുണ്ട്. ഈ 4 ഇൻഡിവിജ്വൽ ഫോഴ്സും ക്രിയേറ്റ് ചെയ്യണ മൊമെന്റ് എത്രയാണ് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യണം. ഇൻഡിവിജ്വൽ മൊമെന്റുകൾ. ഓക്കെ, 4 ഫോഴ്സും ഇൻഡിവിജ്വൽ ആയിട്ട് മൊമെന്റ് ക്രിയേറ്റ് ചെയ്യും. That moment will be added up and the total moment is created by this resultant force. ആ മൊമെന്റ് തന്നെയായിരിക്കും റിസൾട്ടന്റ് ഫോഴ്സ് കൊണ്ടും ക്രിയേറ്റ് ആവുണ്ടാവുക. അപ്പൊ അതിൽ നമുക്ക് റിസൾട്ടന്റ് ഫോഴ്സിന്റെ പൊസിഷൻ നമുക്ക് പ്രെഡിക്ട് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പൊ നെക്സ്റ്റ് വി ഹാവ് ടു കാൽക്കുലേറ്റ് ദ മൊമെന്റ് ക്രിയേറ്റഡ് ബൈ ദീസ് ഇൻഡിവിജ്വൽ ഫോഴ്സ്. നമുക്ക് 4 ഇൻഡിവിജ്വൽ ഫോഴ്സ് ഉണ്ട്. അപ്പൊ ഏതെങ്കിലും ഒരു പോയിന്റ് നമുക്ക് ഫിക്സ് ചെയ്യാം. So I will be fixing this point O as the reference point. നിങ്ങൾക്ക് ഏത് പോയിന്റ് വേണേ ഫിക്സ് ചെയ്യാം. ക്വസ്റ്റ്യനിലൊന്നും പറഞ്ഞിട്ടില്ലെങ്കിൽ നമുക്ക് ഏത് പോയിന്റ് വേണേ ഫിക്സ് ചെയ്യാം. So I will be fixing O as the reference point. റെഫറൻസ് പോയിന്റ് O ആയിട്ട് ഫിക്സ് ചെയ്തു. ഓക്കെ, അപ്പൊ ഏതൊക്കെ ഫോഴ്സിന് മൊമെന്റ് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും, ഏതൊക്കെ ഫോഴ്സിന് മൊമെന്റ് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും? ബിക്കോസ് 125J is acting along the point A. അതിന് മൊമെന്റ് ഒരിക്കലും ക്രിയേറ്റ് ആവില്ല. നമ്മൾ പണ്ട് പഠിച്ച പോലെ തന്നെ if a force acting on the point, it will not create any moment about that point. So moment create ചെയ്യണമെങ്കിൽ there should be a distance between the point of application of force and the reference point. Reference point ഉം point of application of force തമ്മിൽ perpendicular distance, specifically line of action of force ഉം point തമ്മിൽ perpendicular distance compulsory ആണ്. So point of application മാത്രമല്ല, line of action of force ഉം reference point തമ്മിൽ perpendicular distance compulsory ആണ്. So I am taking O as reference point. I am taking the net moment with respect to point O. With respect to point O, net moment create ചെയ്യാൻ calculate ചെയ്യാൻ പോവാണ്. ഓക്കെ, അപ്പൊ എനിക്ക് ഈ ഫോഴ്സ് ഒരിക്കലും കൺസിഡർ ചെയ്യേണ്ട ആവശ്യമില്ല. ബിക്കോസ് ദിസ് ഫോഴ്സ് ഈസ് ആക്ടിങ് ഓൺ ദ പോയിന്റ് O. പോയിന്റ് O ആക്ട് ചെയ്യുന്ന ഫോഴ്സ് ആയതുകൊണ്ട് did not create any moment. Okay, so next I want to consider FC, FB and FA. ഈ 3 ഫോഴ്സും എനിക്ക് കൺസിഡർ ചെയ്യണം. 3 ഫോഴ്സ് കൊണ്ടും ഉണ്ടാവുന്ന മൊമെന്റ് കാൽക്കുലേറ്റ് ചെയ്യണം. Moment can be written as moment is equal to position vector cross force vector. Position vector cross force vector. അപ്പൊ നമുക്ക് ബാക്കി 3 ഫോഴ്സുകൾ FC, FB and FA is acting at 3 different points. Point C, point B, point A. So we want to first we will be calculating point A. Point A ആണ് calculate ചെയ്യുന്നത്. Point A യുടെ പൊസിഷൻ വെക്ടർ എത്രയാണ്? Point A പൊസിഷൻ വെക്ടർ വിത്ത് റെസ്പെക്ട് ടു പോയിന്റ് ബി, പോയിന്റ് O. നമ്മൾ ഏതാണ് റെഫറൻസ് പോയിന്റ്? പോയിന്റ് O. ഇന്നലെ എടുത്തല്ലോ. ഇന്നലെ നമ്മൾ ഒരു ഫോഴ്സ് ഇവിടെ ആക്ട് ചെയ്യുന്നുണ്ട് ആൻഡ് അറ്റ് പോയിന്റ് A I want to calculate with respect to point B. അങ്ങനെ മൊമെന്റ് calculate this will be വെക്ടർ R എന്ന് പറഞ്ഞിട്ട് എഴുതുന്നത്. വെക്ടർ R is equal to AB എന്നൊക്കെ പറഞ്ഞിട്ട് എഴുതിയിട്ടുണ്ടായിരുന്നു. ഓക്കെ, അതേപോലെ തന്നെ I want to calculate the position vector of OA. So moment due to force FA എന്നുള്ള ഫോഴ്സ് കൊണ്ടുള്ള മൊമെന്റ് എന്ന് പറയുന്നത് OA cross FA ആണ്. OA cross FA ആണ്. OA യുടെ വാല്യൂ that is point A minus point O. Point A minus point O will be the vector OA. So point A യുടെ വാല്യൂ എത്രയാ? Point A ലേക്ക് ഓൺലി x ഡയറക്ഷനിൽ മാത്രമേ മൂവ്മെന്റ് ഉള്ളൂ. With respect to point O നോക്കുമ്പോൾ നിങ്ങളുടെ തിക്നെസ്സും കാണാണ്ട്, you can see this thickness, but നമുക്ക് അതിന്റെ with respect to point O നോക്കുമ്പോൾ അല്ലെങ്കിൽ നമുക്ക് വേണമെങ്കിൽ തിക്നെസിന്റെ വാല്യൂ തന്നിട്ടില്ല. സോ വി ക്യാൻ ടേക്ക് ഇറ്റ് ആസ് 1 മീറ്റർ. 1 മീറ്റർ നമുക്ക് എടുത്തു വിചാരിച്ചു. സോ വാട്ട് ഈസ് ദ കോർഡിനേറ്റ്സ് ഓഫ് O? ഓന്റെ കോർഡിനേറ്റ്സ് എന്ത് വരും? വിൽ ബി 0, 1, 0. 1 എവിടെ നിന്ന് വന്ന്? വി ആർ അസ്യൂമിങ് ദാറ്റ് ദിസ് ഹൈറ്റ് ആസ് 1 മീറ്റർ. ദാറ്റ്സ് വൈ y കോർഡിനേറ്റ് ആസ് 1. x ഉം z കോർഡിനേറ്റ്സും 0 ആണ്. വാട്ട് അബൌട്ട് ദ പോയിന്റ് A? പോയിന്റ് A യുടെ കോർഡിനേറ്റ്സ് എന്തായിരിക്കും? പോയിന്റ് A യുടെ കോർഡിനേറ്റ് x ന്റെ വാല്യൂ 4, y യുടെ വാല്യൂ 1, z ന്റെ വാല്യൂ 0. Okay, so we got the 2 coordinates 0, 1, 0, 4, 1, 0. What is vector OA? Vector OA means point A minus point O. Point A minus point O. So it will be 4i 1 minus 1 plus 0j plus 0k will be the vector OA. That is, actually it is 4i will be the value of vector OA. Cross vector FA. What is the value of FA? FA is equal to 250j. Vector FA is equal to 250j. Okay. So നമുക്ക് 4i cross 250j is the first vector. Okay. First vector 4i cross 250j. ഇത് നമുക്ക് വേണമെങ്കിൽ
പഴയ പോലെ തന്നെ മെട്രിക്സ് ഫോമിൽ എഴുതിയിട്ട് ചെയ്യാം. അതിന്റെ ആവശ്യമില്ല, അല്ലെങ്കിൽ നമുക്ക് അതുപോലെ എഴുതിക്കാം. നമ്മളെങ്ങനെ എഴുതും? ആദ്യം മെട്രിക്സ് ഫോമിൽ എഴുതും, ഐ ജെ കെ എന്ന് എഴുതും. ഫസ്റ്റ് ടേം പൊസിഷൻ വെക്ടർ എത്രയായിരുന്നു? 4i മാത്രം, 4 0 0. രണ്ടാമത്തെ ഫോഴ്സ് വെക്ടർ എന്തായിരുന്നു? 250j -250j. സോ 0 -250 0. അപ്പൊ i കോമൺസ് എടുത്താൽ എന്ത് വരും? 0 0. j കോമൺസ് എടുത്താൽ 0 0. k കോമൺസ് എടുത്താൽ 4 × -250 will be the answer. So our answer is 4 × -250, that is -100k will be the answer. അല്ലെങ്കിൽ സിംപ്ലി നമ്മൾ പറയുകയാണെങ്കിൽ നമുക്ക് രണ്ട് വെക്ടേഴ്സ് ആണ്, വെക്ടർ കോമ്പണൻസ് മൾട്ടിപ്ലൈ ആണല്ലോ. i ക്രോസ് j എന്ന് പറഞ്ഞാൽ നമുക്ക് k കിട്ടും. i ക്രോസ് j എന്ന് പറഞ്ഞാൽ നമുക്ക് k കിട്ടും. അപ്പൊ ഇനി അത് പഠിക്കാൻ ബുദ്ധിമുട്ടുള്ളവര് പഴയ പോലെ തന്നെ മാട്രിക്സ് വരച്ചിട്ട് എഴുതിയാലും യാതൊരു പ്രോബ്ലം ഇല്ല. So this is the moment created due to the force Fa with respect to point O. ഇത് ക്ലിയർ ആണോ? The moment created by the force Fa with respect to point O is equal to -1000k. -1000k. ഇത് ക്ലിയർ ആണല്ലോ? എന്തെങ്കിലും ഡൗട്ടുകൾ ഉണ്ടെങ്കിൽ പറയാം. 1000k എന്നുള്ള വാല്യൂ വരെ ക്ലിയർ ആണെങ്കിൽ ഓക്കെ പറയാം, അല്ലെങ്കിൽ എന്തെങ്കിലും ഡൗട്ടുകൾ ഉണ്ടെങ്കിൽ പറയാം. Is it okay or not? Okay. Only one. എന്തെങ്കിലും ഡൗട്ട് ഉണ്ട്? മീൻസ് ഏറ്റവും ബേസിക് ആയിട്ടുള്ള നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് കേട്ടോ. ഇത്രയും സിമ്പിൾ ക്വസ്റ്റ്യൻസ്, ഇത് മൊമെന്റ്സിലെ ഏറ്റവും സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. അതിൽ എന്തെങ്കിലും ഡൗട്ട് വെച്ചാൽ ക്ലിയർ ചെയ്തിട്ട് പിന്നെ ഇതിൽ ക്ലിയർ ഡൗട്ട് അവിടെ വെച്ചാൽ പിന്നെ കോംപ്ലിക്കേറ്റഡ് ക്വസ്റ്റ്യൻ വരുമ്പോൾ ഒരുപാട് ഡൗട്ട് വരും. ഓക്കെ. So next we will be considering, okay, ഇതൊന്നും കുഴപ്പമില്ല, കുറെ ആൾക്കാരൊക്കെ ഓക്കെ പറഞ്ഞിട്ടുണ്ട്. ഓക്കെ അല്ലാത്തവരും പറയണം. ഓക്കെ അല്ലെങ്കിൽ ഓക്കെ അല്ലാതെ പറയണം. എന്താ പറയേണ്ടത് വെച്ചാൽ എക്സ്പ്ലെയിൻ ചെയ്യുന്നു പറയണം. ഓക്കെ. Okay, so next we will be considering the point B, അല്ലെങ്കിൽ the vector acting on the point B. Point B യിൽ ആക്ട് ചെയ്യുന്ന വെക്ടർ എത്രയാ? It is -150j is the vector FB. I want to write the position vector. OB എന്നുള്ള പൊസിഷൻ വെക്ടർ എനിക്ക് വേണം. OB എന്നുള്ള പൊസിഷൻ വെക്ടർ വേണം. അപ്പൊ I want to write the coordinates of point B. Point B യുടെ കോർഡിനേറ്റ്സ് എന്തായിരിക്കും? X ആക്സിസിലെ 4 meter towards right മൂവ് ചെയ്തിട്ട് Z ആക്സിസിലെ 5 meter towards front മൂവ് ചെയ്തു. So the value of x is equal to 4, value of y is equal to already നമ്മൾ 1 കൊടുക്കുന്നുണ്ടായിരുന്നു, value of z is equal to 5. This is the coordinates for the point B. ഈ 1ന്റെ വാല്യൂ എവിടെ നിന്ന് കിട്ടുന്നുണ്ടോ? 0 കൊടുത്താലും നോ പ്രോബ്ലം. നമുക്ക് 1 കൊടുക്കുന്ന നമ്മൾ അസ്യൂം ചെയ്യുന്നത് ഒരു 1 meter ഉണ്ടെന്ന്. കൊടുത്താലും കൊടുത്തില്ലേലും 0 കൊടുത്താലും നോ പ്രോബ്ലം. 5 കൊടുത്താലും ഒരു പ്രോബ്ലം ഇല്ല. ഓക്കെ. So the coordinates are 4 1 5. So to get the position vector OB, we have to subtract from point B to point O. Point B in the point O subtract, we will get the position vector B. That is RB. So RB will be 4 minus 0, 4i, 1 minus 1, 0j, 5 minus 0, 5k. So 4i minus 5k is the position vector RB, അല്ലെങ്കിൽ position vector OB. Position vector OB is given by 4i plus 5k. Okay. Next, I want to calculate the moment. I want to calculate the moment with respect to moment created by the force 150j about the point O. So that's equal to RB into FB. RB into FB. So I'll be writing the matrix IJK. First I will write the position vector. Position vector 4i 5k. So 4 j term 0 ആണ്, k term 5 ആണ്. 4i 5k. Next I will be writing the force. Force എത്രയാണ്? Force 150 ആണ്. ഫോഴ്സ് j ആണ്. j കോമ്പണന്റ് ആണ്. -150 j കോമ്പണന്റ് ആണ്. So I will be writing for j -150. For I and k I will be writing 0. ഇനി ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യാം. കൺസിഡറിംഗ് ദ ടേം i യുടെ ടേം കൺസിഡർ ചെയ്തു. അപ്പൊ അതിന്റെ താഴെ ടേംസ് പോയി, ബാക്കി 0 0 പോയി, മൈനസ് i into 0 into 0 പോയി, മൈനസ് 0 minus 5 into 150. 5 into 150 is the chance, minus 150. Okay. അടുത്തത് j into എടുക്കുമ്പോൾ j യുടെ ടേം നമ്മൾ കൺസിഡർ ചെയ്യില്ല. 4 into 0 0, 5 into 0 0. അപ്പൊ j യുടെ ടേം മൊത്തം 0 ആയിപ്പോയി. മൈനസ് j into 0 പ്ലസ് k into അടിയിലുള്ള ടേംസിൽ കൺസിഡർ ചെയ്യില്ല. ബാക്കി റിമൈനിങ് 4 into -150 മൈനസ്
600 minus 0. Minus 600 minus 0. So my answer is 750i. My answer is 750i minus 600k. My answer is 750i minus 600k is my answer. Okay, this is the moment created due to the force FB. FB എന്നുള്ള force കൊണ്ട് create ചെയ്ത moment ആണ് 750i minus 600k. ഇനി ഒരു moment കൂടി വേണം. I want to calculate the moment due to the force FC. FC എന്നുള്ള force കൊണ്ടുള്ള moment എത്രയാണ്? വേഗം നിങ്ങളൊന്ന് ചെയ്തിട്ട് chat boxൽ കമന്റ് ചെയ്യുക. FC എന്നുള്ള force കൊണ്ടുള്ള moment എത്രയാണ്? വേഗം ചെയ്തിട്ട് chat boxൽ കമന്റ് ചെയ്യുക. ഒരു മിനിറ്റ് കേട്ടോ, അതിനും കൂടുതൽ സമയമൊന്നുമില്ല. അത് മാത്രം റഫ് ആയിട്ട് ചെയ്ത് നോക്കിയാൽ മതി. FC, what is the moment created due to the force FC? And comment in the chat box. What is the moment created due to force FC? FC എന്നുള്ള ഫോഴ്സ് കൊണ്ടാണ് മൊമെന്റ് എത്രയാണ് കാൽക്കുലേറ്റ് ചെയ്തിട്ട് വേഗം ചാറ്റ് ബോക്സിൽ കമന്റ് ചെയ്യുക. 1 മിനിറ്റ്, ഒരു മിനിറ്റ് സമയം തരുള്ളൂ, അതിനുള്ളിൽ വേഗം ചെയ്യണം. ആയിക്കോട്ടെ. ഓൺലി ഒരേ രണ്ട് ടൈം മാത്രം മൾട്ടിപ്ലൈ ആണല്ലോ, അധികം മാട്രിക്സ് വരയ്ക്കേണ്ട ആവശ്യമൊന്നുമില്ലെങ്കിൽ വരച്ചോണ്ടും നോ പ്രോബ്ലം ഇല്ല, ചെയ്താലും പ്രശ്നമൊന്നുമില്ല. വേഗം ആയിക്കോട്ടെ, വേറെ ബാക്കിയുള്ളൊന്നും എഴുതിയിരിക്കണ്ട, ജസ്റ്റ് ഇത് മാത്രം റഫായിട്ട് ചെയ്യുക, ആൻസർ പറയാം. നമുക്ക് അതിന്റെ മൊമെന്റ് വാല്യൂ ക്രോസ് പ്രൊഡക്റ്റ് ഒക്കെ ഓക്കെ ആണെന്ന് അറിയാൻ വേണ്ടിയിട്ടാണ്. 500 ആയി രണ്ട് ആൻസർ വന്നു, 500 ആൻസർ വന്നു. പ്ലസ് 500 മൈനസ് 500 ആവട്ടാം, മൈനസ് ആവാം. ഓക്കെ, കുറെ ആൾക്കാർ ആൻസർ പറയുന്നുണ്ട്, നമുക്ക് നോക്കാം. സോ അവർ ഫോഴ്സ് വെക്ടർ ഇസ് -100j. ഫോഴ്സ് വെക്ടർ എന്ന് പറയുന്നത് -100j ആണ്. അവിടെ പൊസിഷൻ വെക്ടർ OC എന്ന് പറയുന്നത് എന്താ? പോയിന്റ് സീറോ കോർഡിനേറ്റ്സ് 0. X ആക്സിൽ മൂവ്മെന്റ് ഒന്നുമില്ല, Y ആക്സിൽ 1, Z ആക്സിൽ 5 മൂവ്മെന്റ്. So next C minus rho എന്ന് പറയുമ്പോൾ പൊസിഷൻ വെക്ടർ will be 5k only. So our position vector is 5k. So I will be multiplying with the 5k. So I will be writing I j k 0 0 5 and the vector is 0 minus 100 0. So while considering the I terms, I have to multiply with 0 minus 500. So I'll get the answer I into 500. 500 I. J terms consider 0 0. K terms consider 0 0. So ബാക്കി രണ്ട് ടേംസിനും ഇല്ല. So 500 I is the correct answer for the moment created by the force FC. FC കൊണ്ട് ക്രിയേറ്റ് ചെയ്ത മൊമെന്റ് എന്ന് പറയുന്നത് 500 I ആണ്. So we got 3 ഡിഫറെന്റ് ഫോഴ്സ് ഉണ്ടാവുന്ന ടോട്ടൽ മൊമെന്റ് നമുക്ക് കിട്ടി. 3 ഡിഫറെന്റ് ഫോഴ്സ് കൊണ്ടും ഉണ്ടാവുന്ന ടോട്ടൽ മൊമെന്റ് കിട്ടി. So next we want to calculate the total moment created. ടോട്ടൽ മൊമെന്റ് ക്രിയേറ്റഡ് നമ്മൾ കഴിഞ്ഞ ദിവസം ചെയ്ത പോലെ തന്നെ ഇൻഡിവിജ്വൽ മൊമെന്റുകൾ കിട്ടി. ഈ ടോട്ടൽ മൊമെന്റ് കിട്ടണമെങ്കിൽ എന്ത് ചെയ്യും? ടോട്ടൽ മൊമെന്റ് കിട്ടണമെങ്കിൽ ഈ മൊമെന്റ് എല്ലാം കൂടിയിട്ട് ആഡ് ചെയ്യും. സോ അവർ ഫസ്റ്റ് ഫോഴ്സ് മൊമെന്റ് വിത്ത് ഫസ്റ്റ് ഫോഴ്സ് -1000k, സെക്കൻഡ് ഫോഴ്സ് 750 minus 600k, തേർഡ് ഫോഴ്സ് 500. ഈ 3 മൊമെന്റും കൂടിയിട്ട് ആഡ് ചെയ്യും ടു ഗെറ്റ് ദ ടോട്ടൽ മൊമെന്റ്. ടോട്ടൽ മൊമെന്റ് കിട്ടാൻ വേണ്ടിയിട്ട് നമുക്ക് കിട്ടിയ 3 മൊമെന്റും കൂടിയിട്ട് നമ്മൾ ആഡ് ചെയ്യും. Okay, so we get the total moment as 1250I plus minus 1600k will be the total moment by the 3 individual forces. ഒരു ഫോഴ്സ് മൊമെന്റ് ക്രിയേറ്റ് ചെയ്യുന്നില്ല, ബിക്കോസ് നമ്മൾ കൺസിഡർ ചെയ്ത പോയിന്റ് എന്ന് പറയുന്നത് ആ ഫോഴ്സ് ആക്ട് ചെയ്യുന്ന പോയിന്റ്. അപ്പൊ അതിന് മൊമെന്റ് ക്രിയേറ്റ് ചെയ്യില്ല. ബാക്കി റിമൈനിങ് 3 ഫോഴ്സ് ഈസ് ക്രിയേറ്റിംഗ് എ ടോട്ടൽ മൊമെന്റ് ഓഫ് 1250I minus 1600k. ഓക്കെ, അപ്പൊ ഇതിന്ന് ഞാൻ നേരത്തെ പഠിച്ച വേറെ കാര്യം ചോദിക്കുകയാണ്. വാട്ട് ആർ ദ മൊമെന്റ് ക്രിയേറ്റഡ് അബൌട്ട് ദ എക്സ് ആക്സിസ് എന്ന് ചോദിച്ചാൽ എന്ത് പറയും? ലെജിസ്റ്റിക് ഇൻറ്റു 1250 ആണ് എക്സ് ആക്സിസ് ക്രിയേറ്റ് ചെയ്ത മൊമെന്റ്. വാട്ട് ഈസ് ദ മൊമെന്റ് ക്രിയേറ്റ് വൈ ആക്സിസ്? വൈ ആക്സിൽ മൊമെന്റ് ക്രിയേറ്റ് ചെയ്തിട്ടില്ല, കാരണം ജെ ടേംസ് ഇല്ല. വാട്ട് ഈസ് ദ മൊമെന്റ് ക്രിയേറ്റ് അബൌട്ട് സെഡ് ആക്സിസ്? സെഡ് ആക്സിന് വിത്ത് റെസ്പെക്ട് മൊമെന്റ് എത്ര ക്രിയേറ്റ് ചെയ്തു? -1600 ആണ് സെഡ് ആക്സിന് വിത്ത് റെസ്പെക്ട് മൊമെന്റ് ക്രിയേറ്റ് ചെയ്തേക്കുന്നത്. അങ്ങനെയും ചോദിക്കാത്ത ക്വസ്റ്റ്യൻ. ഇതിൽ തന്നെ നമുക്ക് ടോട്ടൽ മൊമെന്റ് കിട്ടി. ടോട്ടൽ മൊമെന്റ് എന്ന് പറയുന്നത് 1250I minus 1600k. So in which I components corresponds to the moment created about x-axis, J components corresponds to the moment created about y-axis, and K components corresponds to the moment created about z-axis. അപ്പോൾ ഇതിൽ നമുക്ക് ആൻസർ ചെയ്യാൻ പറ്റണം. What is the moment created about x-axis? What is the moment created about y-axis? And what is the moment created about z-axis? Not for this question, but അങ്ങനെ അത് മനസ്സിലാക്കിയിരിക്കണം, നമുക്ക് ചെയ്യാൻ ആവശ്യം വരും.
Okay. Now we want to get the same moment. E moment നമുക്ക് എങ്ങനെ കിട്ടണം? By multiplying. നമുക്ക് കിട്ടിയ റിസൾട്ടന്റിനെ ഒരു പൊസിഷൻ വെക്ടർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് ഈ മൊമെന്റ് കിട്ടണം. ഓക്കെ, റിസൾട്ടന്റിന്റെ പൊസിഷൻ എവിടെയാണെന്ന് നമുക്ക് അറിയില്ല. So I will be assuming the resultant will be acting at some distance along x-axis and some distance along y-axis. ഇവിടെ ഒരു പോയിന്റിലാണ് നമ്മൾ റിസൾട്ടന്റ് ആക്ട് ചെയ്യുന്നത്. I am assuming that resultant will be acting at this point. This will be x d, this is point d, this will be z d. So we got 2 points with respect to the point d. Y-axis നമുക്ക് മൂവ്മെന്റ് ഉണ്ടായിരിക്കും, കാരണം എല്ലാ പോയിന്റും y-axis-ലായിട്ട്. അപ്പൊ അതിൽ നമുക്ക് y-axis നമുക്ക് ഒരിക്കലും അപ്വേർഡ് ഡൗൺവേർഡ് മൂവ്മെന്റ് ഉണ്ടായിരിക്കില്ല. ബിക്കോസ് ഹൊറിസോണ്ടൽ z-ഉം ആൻഡ് x-axis മാത്രമേ നമുക്ക് മൂവ്മെന്റ് ഉണ്ടായിരിക്കുള്ളൂ. Okay, so I am assuming this resultant is acting at a point d, which is at a distance d and z from the reference lines. Reference line എന്ന് 3 distance ഉള്ള പോയിന്റ് ആയിട്ട് നമുക്ക് എഴുതണം. Okay, അപ്പോ I want to write the moment equation. ഈ റിസൾട്ടന്റ് കൊണ്ടുണ്ടാവുന്ന മൊമെന്റ് ഇക്വേഷൻ എഴുതുമ്പോൾ എനിക്ക് പഴയ പോലെ തന്നെ പൊസിഷൻ വെക്ടറും അതേപോലെ തന്നെ ഫോഴ്സ് വെക്ടറും ആവശ്യമാണ്. അപ്പോൾ I want to create the position vector OD. OD എന്ന് പറയുന്ന പൊസിഷൻ വെക്ടർ ക്രിയേറ്റ് ചെയ്യണം. അപ്പോൾ OD-യുടെ പൊസിഷൻ വെക്ടർ എത്രയായിരിക്കും? അതുപോലെ തന്നെ കോർഡിനേറ്റ്സ് മാർക്ക് ചെയ്യുമ്പോൾ എത്രയായിരിക്കും? 0 1 0. D-യുടെ കോർഡിനേറ്റ്സ് എന്തായിരിക്കും? D-യുടെ കോർഡിനേറ്റ്സ് will be xd 1 zd. ഇതായിരിക്കും കോർഡിനേറ്റ്സ്. നമുക്ക് വെക്ടർ ആയിട്ട് എഴുതുമ്പോൾ എന്ത് വരും? xd minus 0. അപ്പോൾ xdi plus 1 minus 1 0 0j plus zd minus zd. Okay, this will be the position vector. OD എന്നുള്ള പോയിന്റ് പൊസിഷൻ വെക്ടർ ഇതാണ് നമ്മുടെ പൊസിഷൻ വെക്ടർ. Okay, ഇനി മൊമെന്റ് ക്രിയേറ്റ് ചെയ്യണമെങ്കിൽ തന്നെ മൊമെന്റ് ക്രിയേറ്റിംഗ് മീൻസ് OD should be multiplied with the resultant. നമ്മൾ ഓൾറെഡി കാൽക്കുലേറ്റ് വെച്ചിട്ടുണ്ടായിരുന്നു. എത്രയായിരുന്നു? -625. അപ്പോൾ മൈനസ് ഇത് ഇൻറ്റു ക്രോസ് -625j will gives the moment. -625j will gives the moment. Okay, അപ്പോൾ പഴയ പോലെ തന്നെ I j k എഴുതും. ഞാൻ പൊസിഷൻ വെക്ടർ ആദ്യം എഴുതും. xd for j 0 zd and for the force vector 0 -625 0. By cross multiplying, while considering the I terms consider ചെയ്യുമ്പോൾ 0 into 0 -625 into zd. Okay, so I into 0 minus -625 zd plus j terms consider ചെയ്യുമ്പോൾ 2 0 അതൊന്നും വരില്ല. പ്ലസ് k terms consider ചെയ്യുമ്പോൾ -625 xd minus 0 -625 xd. Okay, so my final equation will be 625 zdi minus 625 xd k. This is the moment created by the resultant. ഇതാണ് റിസൾട്ടന്റിനോടുണ്ടായ മൊമെന്റ്. അപ്പൊ നമുക്ക് കിട്ടിയ ഈ ഇക്വേഷനും കൂടി കമ്പയർ ചെയ്യും. എന്നിട്ട് I will be calculating the value of coordinates xd and zd. Okay, so I am assuming that the resultant will be acting at a distance xd along x-axis, zd along z-axis, and the value of the resultant I know it is the 625 minus 625 j is the value of the resultant. So I will be writing the position vector of the point D as xd I plus zdk and the force vector as -625j. I am taking the cross product of rd and r, so I will get the value of -625xd plus 625zd. I is equal to the total moment. Next I am equating the values of moment created by the resultant and the total moment created by the individual force. അപ്പോൾ I commons equate ചെയ്യുമ്പോൾ നമുക്ക് I commons എന്ത് വരും? I commons 625zd is equal to 1250. അപ്പോൾ ഇത് രണ്ട് equate ചെയ്യുമ്പോൾ നമുക്ക് I will get the value of zd and 1600k is equal to -625xd. So I will be
getting the value of x is 2.5. This is the position of the given vector. This is the position of the given vector. The position of the given vector also calculated. Okay, so this is our common procedure. Procedure പഠിച്ചേക്കാം. ആദ്യം എങ്ങനെ ചെയ്തു? ആദ്യം നമ്മൾ തന്നിരിക്കുന്ന ഫോഴ്സിന്റെ റിസൾട്ടന്റ് കാൽക്കുലേറ്റ് ചെയ്തു. നെക്സ്റ്റ് സ്റ്റെപ്പ് എന്തായിരുന്നു? We have calculated the moment created by the individual force, and next we have sum of the moment created by the individual force, and we have calculated the total moment created by the force. So next we will be calculating, assuming the resultant will be acting at a distance. ഏതെങ്കിലും ഒരു പോയിന്റിൽ റിസൾട്ടന്റ് ആക്ട് ചെയ്യുന്നു predict ചെയ്യുന്നു, and based on that we will be calculating the resultant. Resultant ഓരോ values കൊടുത്ത് resultant calculate, and we got a resultant equation. അപ്പോൾ നമുക്ക് കിട്ടിയ റിസൾട്ടന്റ് ഇക്വേഷനും നമ്മൾ ഓൾറെഡി ഉള്ള മൊമെന്റ് ഇക്വേഷനും കൂടി കമ്പയർ ചെയ്തിട്ട് we can predict in which point the resultant force will be acting. എവിടെയാണ് നമുക്ക് ആക്ട് ചെയ്യുന്നത് നമുക്ക് predict ചെയ്യാൻ പറ്റും. ഓക്കെ, ക്ലിയർ ആണെന്ന് പ്രതീക്ഷിക്കുന്നു. എന്തെങ്കിലും ഡൗട്ട് ക്ലാരിഫിക്കേഷൻസ് ഉണ്ടെങ്കിൽ ചോദിക്കാം. എന്തെങ്കിലും ഡൗട്ടോ ക്ലാരിഫിക്കേഷൻ ഉണ്ടെങ്കിൽ ചോദിക്കാം. രണ്ട് പ്രോബ്ലം പ്ലാൻ ചെയ്തായിരുന്നു, സോ അത് നടന്നില്ല. രണ്ടാമത്തെ പ്രോബ്ലം തുടങ്ങി വെക്കാം, എന്നിട്ട് അത് ഹോംവർക്ക് ആയിട്ട് നിങ്ങൾ സബ്മിറ്റ് ചെയ്താൽ മതി. രണ്ടാമത്തെ പ്രോബ്ലം സ്റ്റാർട്ട് ചെയ്ത് വെക്കാം, എന്നിട്ട് അത് ഹോംവർക്ക് ആയിട്ട് നമുക്ക് സബ്മിറ്റ് ചെയ്യാം. ഇതിലെന്തെങ്കിലുമൊക്കെ ഡൗട്ടുകൾ ഉണ്ടെങ്കിൽ ചോദിക്കാം. ഇതിലെന്തെങ്കിലും ക്ലിയർ ആവാത്തതുണ്ടെന്നോ എന്തെങ്കിലുമൊക്കെ ക്ലാരിറ്റി കുറവുണ്ടെങ്കിൽ ചോദിക്കുക. ഇല്ലാച്ചെങ്കിൽ നമുക്ക് നെക്സ്റ്റ് പ്രോബ്ലം കൂടി ഒന്ന് വേഗം സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ ആണോ? ഓക്കെ ഓർ നോട്ട്? ഓക്കെ ആണെങ്കിൽ ഓക്കെ എന്നെങ്കിലും പറയും, അല്ലെങ്കിൽ ഓക്കെ അല്ലെങ്കിൽ ഓക്കെ അല്ല എന്ന് പറയാം. നോട്ട് ഓക്കെ. എല്ലാവർക്കും ഇങ്ങനെ ഓക്കെ ആയിക്കൊള്ളുന്നില്ല. ഓക്കെ ആവാത്ത ആൾക്കാരും ഉണ്ടായിരിക്കും. അവർക്ക് വേണ്ടി നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യാം. നിങ്ങളുടെ ഡൗട്ടുള്ള ഏരിയാസ് പറഞ്ഞാൽ എക്സ്പ്ലെയിൻ ചെയ്യാതൊരു ബുദ്ധിമുട്ടില്ല കേട്ടോ. നമുക്ക് സമയം പോവും, അത് വേറെ കാര്യമാണ്. നമ്മൾ ഓൾറെഡി ഇപ്പോൾ ടുഡേസ് 52ാമത്തെ ക്ലാസ് വന്നു. 52 is the class number. As per syllabus നമ്മുടെ ടോപ്പിക്സ് കഴിയേണ്ട സമയമായി. മാക്സിമം 10 hours per മൊഡ്യൂൾ ആണ് അവർ തന്നിരിക്കുന്നത്. ആസ് പെർ സിലബസ് നമ്മുടെ ടോപ്പിക് കഴിയേണ്ട സമയമായി. പക്ഷെ നമ്മൾ ഇപ്പോഴും 3rd മൊഡ്യൂളാണ് കംപ്ലീറ്റ് ആയിട്ടുള്ളത്. ഇനി നമുക്ക് 2 മൊഡ്യൂൾ എടുക്കാണ്ട്. ആ 2 മൊഡ്യൂൾ മിക്കവാറും നമ്മുടെ ഓഫ്ലൈൻ ക്ലാസ് നമ്മൾ കംപ്ലീറ്റ് ചെയ്യേണ്ടായിരിക്കും. ഓഫ്ലൈൻ ക്ലാസ് നമുക്ക് ഒരു 1 month 4 weeks നമുക്ക് ഉണ്ടായിരിക്കും. ഡെയിലി അല്ല, പെർ വീക്ക് നമുക്ക് 5 hours വെച്ചിട്ട് 4 ആഴ്ച 20 hours കിട്ടുള്ളൂ അല്ലേ? ഓക്കെ, ടൈറ്റ് ആയിരിക്കും. ഇനി അപ്പോഴും നമ്മൾ ഓൺലൈൻ വീഡിയോസ് കിട്ടുന്നത് നമുക്ക് മാക്സിമം കവർ ചെയ്യാൻ നോക്കാം. ഓക്കെ, സോ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ പ്രീവിയസ് ക്വസ്റ്റ്യനെ കമ്പയർ ചെയ്യുമ്പോൾ നമുക്ക് കുറച്ച് വ്യത്യാസങ്ങളുണ്ട്. കുറച്ച് വ്യത്യാസങ്ങൾ എന്ന് പറഞ്ഞാൽ പ്രീവിയസ് ക്വസ്റ്റ്യനിൽ എല്ലാ ഫോഴ്സും ഒരേ ഡയറക്ഷനിലായിരുന്നു, y ഡയറക്ഷനിൽ മാത്രം ഉണ്ടായിരുന്നല്ലോ. ഈ കേസിൽ we got 3 forces. One is in along the y direction. So we got ഇതിനെന്ത് കോമ്പണന്റ് ചെയ്യുന്ന j കോമ്പണന്റ് മാത്രമേ ഉണ്ടായിരിക്കുള്ളൂ. 1 force along x direction, ഇതിന് i കോമ്പണന്റ് മാത്രമേ ഉണ്ടായിരിക്കുള്ളൂ. 1 force along the direction of x and z. രണ്ടിനും കോമ്പിനേഷൻ ആയിട്ട് കളിക്കുന്നത്. അപ്പൊ ഇതിന് 2 കോമ്പണൻസ് ഉണ്ട്, i കോമ്പണൻസും k കോമ്പണൻസും ഉണ്ടായിരിക്കും. അപ്പൊ 3 കോമ്പണൻസ് നമുക്ക് വരും. ഓക്കെ, അപ്പൊ നമുക്ക് ഇൻഡിവിജ്വൽ ഫോഴ്സിൽ ഏതൊക്കെയാണ് എഴുതുക, ഫോഴ്സിന്റെ വെക്ടർ ഫോമിൽ എഴുതാം, എന്നിട്ട് അതിനെ നമുക്ക് റിസൾട്ടന്റ് ആയിട്ട് ആദ്യം എഴുതാം. ഓക്കെ, അപ്പൊ നമുക്ക് 3 ഫോഴ്സ് ഉണ്ട്. ഫസ്റ്റ് ഫോഴ്സ് അലോങ് y ഡയറക്ഷൻ, സെക്കൻഡ് ഫോഴ്സ് അലോങ് x ഡയറക്ഷൻ, തേർഡ് ഫോഴ്സ് അലോങ് z ആൻഡ് x ഡയറക്ഷൻ, കോമ്പിനേഷൻ ഓഫ് z ആൻഡ് x ഡയറക്ഷൻ. ഓക്കെ, അപ്പൊ നമുക്ക് ആദ്യം ഈ 2 ഫോഴ്സ് നമുക്ക് ഡയറക്റ്റ് ആയിട്ട് ഐയും ജെയും നമുക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ പറ്റും. ബട്ട് ഈ ഫോഴ്സിന് അലോങ് z ഡയറക്ഷൻ വരുമ്പോൾ അപ്പൊ നമുക്ക് പഴയ പോലെ തന്നെ OR അല്ല പി എന്ന് സ്റ്റാർട്ട് ചെയ്തിട്ട് ആറിന്റെ ഡയറക്ഷൻ ആണ് അത് ആക്ട് ചെയ്യുന്നത്. അപ്പൊ ആദ്യം നമുക്ക് PR എന്നുള്ള വെക്ടർ എഴുതണം, വെക്ടർ PR എഴുതണം. പിന്നെ നെക്സ്റ്റ് സ്റ്റെപ്പ് മോഡുലസ് ഓഫ് PR കൊണ്ട് ഡിവൈഡ് ചെയ്യണം. പിന്നെ ഫോഴ്സ് വെക്ടർ 10 ന്യൂട്ടൺ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. അപ്പം മാത്രമേ ഇത് F3 എന്നുള്ള ഫോഴ്സ് വെക്ടർ ആയിട്ട് മാറുള്ളൂ. കഴിഞ്ഞ കേസിലൊന്നും നമുക്ക് ഒരേ ഡയറക്ഷൻ, സെക്കൻഡ് ഡയറക്ഷൻ ആണ് ജസ്റ്റ് ഐ കോമ്പണൻസ് ജെ കോമ്പണൻസ് ആഡ് ചെയ്താൽ മതി. കോമ്പിനേഷൻ ഓഫ് വരുമ്പോൾ നമുക്ക് പഴയ പോലെ തന്നെ
വെക്ടർ ആദ്യം പൊസിഷൻ വെക്ടർ എഴുതണം, അതിനെ യൂണിറ്റ് വെക്ടറായി കൺവേർട്ട് ചെയ്യണം, പിന്നെ മാഗ്നിറ്റ്യൂഡ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. അങ്ങനെയാണെങ്കിൽ മാത്രമേ നമുക്ക് അതിനെ വെക്ടർ ഫോഴ്സ് വെക്ടറായിട്ട് നമുക്ക് റെപ്രസെന്റ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പൊ നമുക്ക് രണ്ട് ഫോഴ്സ് ഡയറക്റ്റ് ആയിട്ട് റെപ്രസെന്റ് ചെയ്യാൻ പറ്റില്ല. മൂന്നാമത്തെ ഫോഴ്സിനെ റെപ്രസെന്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ഇതേപോലെ യൂണിറ്റ് വെക്ടർ കാൽക്കുലേറ്റ് ചെയ്തിട്ട് അതിനെ മോഡുലസ് കൊണ്ട് ഡിവൈഡ് ചെയ്തിട്ട് അതിനെ യൂണിറ്റ് വെക്ടർ ആക്കണം. നമുക്ക് ആൻസർ ഐന്ന് മാത്രം കിട്ടി. ഓക്കെ, ഇത് പി ക്യൂ ആണ് കേട്ടോ, സോറി, ഇത് പി ക്യൂ ആണ്. ഐ മാത്രം തന്നെയുള്ളൂ, അത് ചെയ്യേണ്ട ആവശ്യമില്ല. പി ക്യൂന് ചെയ്യേണ്ട ആവശ്യമില്ല. കാരണം എന്താ, അത് ഒരേ ഡയറക്ഷനാണ്. പി ക്യൂ ചെയ്തില്ലെങ്കിലും കുഴപ്പമില്ല, അതുപോലെ എസ് ഡി ചെയ്തില്ലെങ്കിലും കുഴപ്പമില്ല, സെയിം ഡയറക്ഷൻ, അവൻ ചെയ്യേണ്ട ആവശ്യമില്ല. ബാക്കി പി ആർ എന്തായാലും ചെയ്യണം. പി ആർ എന്ന് പറയുന്നത് എല്ലാം പി എന്ന് സ്റ്റാർട്ട് ചെയ്ത് ആറിൽ എൻഡ് ചെയ്യുന്നതാണ്. അപ്പോൾ ഒരു ഡയറക്ഷന് മാത്രമല്ല, നമുക്ക് ഇതേപോലെ തന്നെ യൂണിറ്റ് വെക്ടർ ആയിട്ട് കൺവേർട്ട് അതിനെ ഫോഴ്സ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് ഇങ്ങനെ ചെയ്യണം. ഓക്കെ, F2 ചെയ്തില്ലെങ്കിലും കുഴപ്പമില്ല, കാരണം F2 എന്താ ഒരു ഡയറക്ഷനാണ്. അപ്പൊ F2 നമുക്ക് പഴയ പോലെ തന്നെ ഒറ്റ വാല്യൂ മാത്രം കിട്ടുമോ? ഏത് കിട്ടും? ജെ മാത്രം കിട്ടും, മൈനസ് ജെ മാത്രം കിട്ടും. ഡൗൺവേർഡ് ഡയറക്ഷൻ ആയതുകൊണ്ട് മൈനസ് ജെ മാത്രമേ കിട്ടുള്ളൂ. അതിന് മൈനസ് ജെ മാത്രം നമുക്ക് വരുള്ളൂ. F2 F1 ചെയ്തില്ലെങ്കിലും കുഴപ്പമില്ല, F3 എന്തായാലും നമുക്ക് ചെയ്യണം. അപ്പൊ നമുക്ക് 3 ഫോഴ്സ് കാൽക്കുലേറ്റ് ആദ്യത്തെ സ്റ്റെപ്പ്. പിന്നെ അതിനെന്ത് ചെയ്യും? പിന്നെ അതിന്റെ റിസൾട്ടന്റ് കാൽക്കുലേറ്റ് ചെയ്യും. എല്ലാ 3 ഫോഴ്സും കൂടെ ആഡ് ചെയ്യുമ്പോൾ നമുക്ക് റിസൾട്ടന്റ് കിട്ടും. ഓക്കെ, ഇനി അടുത്ത സ്റ്റെപ്പ് എന്താ? അതിൽ കാൽക്കുലേറ്റ് ചെയ്യുന്ന മൊമെന്റ് ഡ്യൂ ടു ഇൻഡിവിജ്വൽ ഫോഴ്സ്. ഓരോ ഫോഴ്സ് കൊണ്ട് ഉണ്ടാവുന്ന മൊമെന്റ് ഞാൻ കാൽക്കുലേറ്റ് ചെയ്യും. അപ്പൊ ഏതാണ് എടുക്കുന്നത്? ഞാൻ ടേക്കിംഗ് റെഫറൻസ് പോയിന്റ് പോയിന്റ് എ റെഫറൻസ് പോയിന്റ് ആയി വെച്ചിട്ട് ഞാൻ മൊമെന്റ് ചെയ്തു. അപ്പൊ ഓരോ ഫോഴ്സിന്റെയും മൊമെന്റ്. ആദ്യത്തെ ഫോഴ്സ് F1 ലൈൻ ഓഫ് ആക്ഷൻ. ഈ പോയിന്റും എയും തമ്മിലുള്ള മൊമെന്റ് ആണ് നമ്മൾ എടുക്കുക? അല്ല, നമ്മൾ F1 ലൈൻ ഓഫ് ആക്ഷനും പോയിന്റ് എയും തമ്മിലുള്ള പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ്. അത് നമ്മൾ പണ്ട് മുതൽ മൊമെന്റിൽ എടുക്കാറുള്ളത് AP. അത്ര മതി. AP, this will be the vector that should be multiplied with F1. ഇനി F2 മൾട്ടിപ്ലൈ ചെയ്യുന്നത് എന്തായിരിക്കും? F2 ലൈൻ ഓഫ് ആക്ഷനും പോയിന്റ് എയും നമ്മൾ AD വെച്ചിട്ടായിട്ട് റെപ്രസെന്റ് ചെയ്യാം. AD വെച്ചിട്ടായിരിക്കും നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യാം. ഇനി F3 will be multiplied with AP. F3 മൾട്ടിപ്ലൈ ചെയ്യുന്നത് അതിന്റെ പെർപെൻഡിക്കുലർ AP വെച്ചിട്ടായിരിക്കും മൾട്ടിപ്ലൈ ചെയ്യാം. ഈ 3 പൊസിഷൻ വെക്ടർ വെച്ചിട്ട് മൾട്ടിപ്ലൈ ചെയ്തിട്ട് ഇൻഡിവിജ്വൽ മൊമെന്റിൽ കാൽക്കുലേറ്റ് ചെയ്യാം. 3 ഇൻഡിവിജ്വൽ മൊമെന്റിൽ കാൽക്കുലേറ്റ് ചെയ്യാം. ആദ്യം 3 പൊസിഷൻ വെക്ടറുകൾ എഴുതണം, പിന്നെ 3 ഇൻഡിവിജ്വൽ മൊമെന്റിൽ കാൽക്കുലേറ്റ് ചെയ്യാം. പിന്നെ കിട്ടിയ മൊമെന്റുകളും കൂടി ആഡ് ചെയ്യുക. ദിസ് ഇസ് ദ ടോട്ടൽ മൊമെന്റ് ക്രിയേറ്റഡ്. ഓക്കെ, നമ്മളതിൽ ഓൾറെഡി റിസൾട്ടന്റ് ഫോഴ്സ് എത്രയാണോ? റിസൾട്ടന്റ് ഫോഴ്സ് ഈക്വൽ ടു 13.32 I minus 7.5 J 5.54 K. ഇത് നിങ്ങൾ ഹോംവർക്ക് ചെയ്യണം, സ്പീഡിൽ പറഞ്ഞു പോകുന്നുള്ളൂ. നെക്സ്റ്റ് സ്റ്റെപ്പ് നമുക്ക് അതിന്റെ ടോട്ടൽ മൊമെന്റ് ഇക്വേറ്റ് ചെയ്യേണ്ടതാണ്. ഓക്കെ, ടോട്ടൽ മൊമെന്റ് ഇക്വേറ്റ് ചെയ്യാം, അത് കാൽക്കുലേറ്റ് ചെയ്യാം. ഹോംവർക്ക് ആയിട്ടൊന്ന് അറ്റംപ്റ്റ് ചെയ്ത് നോക്കാം. ഇനി അറ്റൻഡൻസ് മാർക്ക് ചെയ്യാനുള്ള ആൾക്കാർ ഞാൻ ഒന്നുകൂടി ലിങ്ക് ഇട്ടുതരാം. ഹോംവർക്ക് കുറെ ആൾക്കാർ സബ്മിറ്റ് ചെയ്യാൻ ബാക്കി ഉണ്ടായിരുന്നു. അപ്പൊ സബ്മിറ്റ് ചെയ്താൽ ഏതൊക്കെയാണ് ഡേറ്റിലാണ് സബ്മിറ്റ് ചെയ്തത് എൻ്റെ അടുത്ത് പറയാം. അതുപോലെ സബ്മിറ്റ് ചെയ്യുമ്പോൾ പേരൊക്കെ എഴുതാൻ മറക്കരുത്. എല്ലാ നിങ്ങളുടെ ആ സബ്മിറ്റ് ചെയ്യുന്ന ഓരോ അസൈൻമെന്റിനും നിങ്ങളുടെ പേരും റോൾ നമ്പറും ഉണ്ടായിരിക്കണം കേട്ടോ. അറ്റൻഡൻസ് മാർക്ക് ചെയ്യാത്തവർ മാർക്ക് ചെയ്ത് എക്സിറ്റ് ചെയ്ത് പൊക്കോളൂ. താങ്ക് യു വെരി മച്ച്. ഇത്രയാണ് നമ്മുടെ സെക്കൻഡ് സീരീസിലെ ടോപ്പിക് കേട്ടോ. സാർ ഞാൻ പണ്ടത്തെ ഹോംവർക്ക്സ് ഞാൻ സബ്മിറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അല്ല, ഇന്നലെ സബ്മിറ്റ് ചെയ്തു. ഏതൊക്കെ ദിവസത്തെയാണ് ഡ്യൂ ഡേറ്റ്, ഏതൊക്കെ ദിവസം വരണമെന്ന് മെസ്സേജ് അയക്കുക. പേര് എഴുതിയിട്ടില്ല അച്ഛനെ ഒന്നുകൂടി സബ്മിറ്റ് ചെയ്യുക, പേര് എഴുതിയിട്ട്. ഓക്കെ, താങ്ക് യു സാർ. സാർ ഒന്നും കൂടി ലിങ്ക് സെൻഡ് ചെയ്യാൻ പറ്റുമോ സാർ? ഞാൻ മീറ്റ് ഓഫ് ആയി പോയി ആ ടൈമിൽ. ലിങ്ക് ആണോ? അറ്റൻഡൻസ് ലിങ്ക് ആണോ? സാർ അറ്റൻഡൻസിന്റെ ലിങ്ക് ഒന്നും കൂടി സെൻഡ് ചെയ്യും. ഓക്കെ.